അസ്സലാമലൈക്കും. റയാൻ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫസിലദീദിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ കാണിച്ചു തരും. വെങ്ങലത്തേക്ക് പോവുകയാണ് ബസ് കയറാൻ. വെങ്ങലത്തു നിന്നാണ് ബസ് കയറുന്നത്. നമുക്ക് ബസ് കിട്ടിയിട്ടോ. കോഴിക്കോട് സ്റ്റാൻഡിൽ ഇറങ്ങി ഇന്നതിൻ്റെ ശേഷം പലഹാരം വാങ്ങാൻ വന്നതാണ്. കുറച്ച് പലഹാര ബേക്കറി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങുകയാണ്. ഇത് വാങ്ങിയതിൻ്റെ ശേഷം ഫ്രൂട്ട്സ് കടയിൽ പോയി ഫ്രൂട്ട്സ് വാങ്ങി. അങ്ങനെ ഞങ്ങളിന്ന് പോകുമ്പോൾ നല്ല കാലാവസ്ഥയിന്, നല്ല വെയിലൊക്കെ അതിന് തിരിച്ച് വരുമ്പോൾ നല്ല മഴ അതിനും. സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറാൻ പോവുകയാണ്. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. ഞങ്ങൾ ചെമ്പകപ്പാലെത്തി. ഇതാണ് ചെമ്പകപ്പാലം. വന്നത് പുതിയ പാലത്താണ്. പുതിയ പാലം അപ്പുറത്തേക്കാണ്. ഇത് ചെമ്പകപ്പാലാണ്. ഇവിടെ കയറിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. ഇതാ ഫസീലൻ്റെ വീട്ടിലെത്തി. ഇതാണ് എളുപ്പം. അവിടെ റോഡ് പണി ആപ്പൻ്റെ അടുത്തേക്ക് വരികയാണ്. അവളെ വീട്ടിൽ ആദ്യം വന്ന് അവളെ അമ്മക്ക് സുഖമില്ലായിട്ട് കാണാൻ വന്നതിന്. എന്നിട്ട് ഞങ്ങൾ അവളെ ആപ്പൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഞങ്ങളിതാ അവളെ ആപ്പൻ്റെ വീട്ടിലെത്തി. കഴിഞ്ഞ മാസം അതിന് വീട്ടുകൂടൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലേനു. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ആശുപത്രിയിൽ കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നതാണ്. ഞങ്ങളിതാ അവിടെ എത്തി. ഇതാണ് വീട്ടുകൂടൽ കഴിഞ്ഞ വീട്. അവളെ ആപ്പൻ്റെ വീടാണത്. എല്ലാവരും ഞങ്ങളെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതാണ് ഭക്ഷണം. ഞങ്ങൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണമാണിത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ കസ്റ്റാർഡ് കഴിക്കുകയാണ്. ഇപ്പൊക്കെ പുറത്ത് നല്ല മഴ പെയ്യുന്നത്. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അവനൊരു വാച്ച് വേണമെന്ന്, റയാനൊരു വാച്ച് വേണമെന്ന് പറഞ്ഞ് അപ്പം വാച്ച് പീടികയിൽ കയറി അവനൊരു വാച്ച് വാങ്ങി. അപ്പോൾ ഐശൂട്ടിക്ക് ഒരു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നൊരു കളിപ്പാട്ടം വാങ്ങി. പിന്നെ കുട വാങ്ങി. അവൾക്ക് കളിക്കുടുക്ക വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങി. കളിപ്പാട്ടം വാങ്ങി, കളിക്കുടുക്കയും കുടയും ഒക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ വരിക. നല്ല മഴയാണ്. എന്നതിൻ്റെ ശേഷം അവൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങി. പക്ഷേ അത് കാണുന്ന അത്ര രസമില്ല. അതിന് കൊണ്ടുവന്ന് ജ്യൂസ് അടിച്ച് നോക്കുമ്പോൾ ആർക്കും വേണ്ട.